ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. നമുക്കിന്ന് ചേനയും കായും ചെറിയുള്ളിയും ചേർത്തിട്ട് എളുപ്പത്തിൽ ഒരു തോരൻ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നേന്ത്രക്കായയും ചേനയും തോലൊക്കെ ചെത്തിക്കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ടും കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചൊക്കെയാണ്. കഷ്ണങ്ങളെല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. കറ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. 10 മിനിറ്റ് കൂടുതൽ ഇട്ട് വെക്കേണ്ട, 10 മിനിറ്റോളം ഇട്ട് വെച്ചിരുന്നാൽ മതി. ഒരു വലിയ നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1 കപ്പോളം വരും. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. 1/2 കപ്പ് ചേനയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കായയും ചേനയും കൂടെ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ കഷ്ണങ്ങൾ നികന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോവണ്ട, ഒന്ന് നികന്ന് നിൽക്കുന്ന രീതിയിൽ മതി. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് കൂടി പോവരുത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 15-20 മിനിറ്റോളം എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. തീ ഇപ്പോൾ മീഡിയത്തിനും സിമ്മിൻ്റെ ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റിയിട്ട് കായയും ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ചു നോക്കിയാൽ മതി. ഇതാ കണ്ടോ, കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയതുമില്ല. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, അരഞ്ഞു പോവരുത്. അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കാം. പാൻ ചൂടായിട്ട് വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില, 1/4 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത്. ചെറിയ ഉള്ളി 2ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് 1/2 മുതൽ 3/4 ടീസ്പൂണോളം ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. തീ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ബ്രൗൺ നിറമാകുന്ന വരെ വഴറ്റിയെടുക്കുക. ഉള്ളി വഴന്ന് കിട്ടുമ്പോഴേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കായയും ചേനയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പുളി പിഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും തോരൻ്റെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. ചോറിനോടൊപ്പം ഇത് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.